നമസ്കാരം. സിനിമാ രംഗത്ത് വീണ്ടും സജീവമാകുകയാണ് നടി ഭാവന. മലയാള സിനിമകളിൽ നിന്നും കുറേ കാലം മാറി നിന്ന നടി തിരിച്ചെത്തുന്നതിൽ ആരാധകരും സന്തോഷത്തിലാണ്. ചെറുതും വലുതുമായ സിനിമകളുടെ ഭാഗമായി ഭാവന ഇന്നും പ്രേക്ഷകർക്ക് മുമ്പിലെത്തുന്നത്. ദ ഡോർ എന്ന സിനിമയിലൂടെയാണ് തമിഴകത്തേക്കും തിരിച്ചെത്തുകയാണ് ഭാവന. ചിത്രത്തിൻ്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടി ലൈം ലൈറ്റിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുന്നയാളാണ് ഭാവനയുടെ ഭർത്താവ് നവീൻ. കന്നഡ സിനിമാ നിർമ്മാതാവായ നവീനെ സോഷ്യൽ മീഡിയയിലോ അഭിമുഖങ്ങളിലോ ഭാവനയുടെ ആരാധകർ കാണാറില്ല. ഭാവനയും നവീനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും പിരിയുകയാണെന്നും ഒരു ഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹം പ്രചരിച്ചിരുന്നു. നവീനൊപ്പമുള്ള ഫോട്ടോകൾ ഭാവന പോസ്റ്റ് ചെയ്യാതായതോടെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്. ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഇപ്പോൾ നടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അമ്മ എപ്പോഴും എനിക്കൊപ്പമുണ്ട്, ദിവസവും അമ്മയ്ക്കൊപ്പമുള്ള സെൽഫി എടുക്കുമോ? എല്ലാം സോഷ്യൽ മീഡിയയിൽ പറയുന്ന പേഴ്സണാലിറ്റി അല്ല എനിക്ക്. അത് പറയുന്നത് കുഴപ്പമില്ല, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞാനും അദ്ദേഹവും നന്നായി പോകുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തന്നെ പറഞ്ഞോളാം, പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇട്ട് ഒരുപാട് നാളായി. എന്തോ പ്രശ്നമുണ്ടെന്ന് ആരോ കരുതുന്നത് താൻ കാര്യമാക്കില്ലെന്നും ഭാവന വ്യക്തമാക്കി. 2018 നവീനും ഭാവനയും വിവാഹിതരായത്. നവീൻ നിർമ്മിച്ച സിനിമയിൽ ഭാവന അഭിനയിച്ചിരുന്നു. ഈ സൗഹൃദം പ്രണയത്തിലേക്കെത്തി. നവീൻ്റെ സ്വഭാവ രീതികളാണ് തനിക്കേറെ ഇഷ്ടപ്പെട്ടതെന്ന് ഭാവന നേരത്തെ പറഞ്ഞിരുന്നു. ജീവിതം നൽകിയ പാഠത്തെക്കുറിച്ചും ഭാവന സംസാരിച്ചു. പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിക്കരുതെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഭാവന പറഞ്ഞു. ഭാവനയുടെ സഹോദരൻ ജയദേവാണ് ദ ഡോർ സംവിധാനം ചെയ്തിരിക്കുന്നത്. വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് തമിഴകത്ത് ഭാവന എത്തുന്നത്. 2010 പുറത്തിറങ്ങിയ അസലാണ് ഭാവനയുടെ അവസാനം റിലീസ് ചെയ്ത സിനിമ. കൃത്യമായി കോണ്ടാക്ട് ഗൈഡ്സോ ഇല്ലാതിരുന്നതാകാം തമിഴകത്ത് അധികം സിനിമകൾ ചെയ്യാതിരുന്നതിന് കാരണമെന്നും ഭാവന പറയുന്നുണ്ട്. കരിയറിലെ രഴയ കാലത്ത് ഒട്ടും സീരിയസ് ആയിരുന്നില്ലെന്നും ഭാവന പറഞ്ഞു. മലയാളത്തിൽ നടികർ എന്ന സിനിമയിലാണ് ഭാവനയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത്. ടോവിനോ തോമസ് നായകനായ ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. 5 വർഷം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്ന ഭാവന പിന്നീട് ഇന്ത്യക്കാർക്കൊരു പ്രേമമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ഇന്നും തിരക്ക് പിടിച്ച ഭാവന സിനിമകൾ ചെയ്യുന്നില്ല.